സാധാരണ നമ്മളെ ഇടതുപക്ഷ നന്നാക്കികളെന്ന് മാധ്യമങ്ങളെയൊക്കെ പറയും, പിന്നെ മറ്റു ചില വിഭാഗങ്ങളെയും പറയാറുണ്ട്. പക്ഷേ ഇത്തവണ സത്യത്തിൽ ഇടതുപക്ഷ നന്നാക്കികൾ ആയത് അവരുടെ അണികൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വരുന്നത് സത്യത്തിൽ നേരത്തെ ഹർഷൻ ചേട്ടൻ പറഞ്ഞ ആ പോയിന്റിൽ നിന്നാണ്. എന്താണ്, സഖാക്കൾക്ക് സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാക്കുമെന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം അവിടെ നിന്ന് വെട്ടിപ്പോയിട്ട്, അതായത് ഉൾപ്പാട്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ എന്നുള്ളത് നേരത്തെ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി അത് പറയാനുള്ള ആർജവമുണ്ടായ ടി.കെ. ഗോവിന്ദൻ നേരത്തെ തന്നെ അത് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അതിനെ ഈ പറയുന്ന അണികൾ അതിനോട് നിശബ്ദത പാലിക്കുകയും അതിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാതിരിക്കുകയും മറ്റുള്ളവർ പൊതുവിലുള്ളവർ അതിങ്ങനെ കേൾക്കുകയും ഇടതിനോട് ചേർന്ന് നിന്ന ജനങ്ങളാണ് പൊതുവിൽ ഇതിങ്ങനെ സസൂക്ഷ്മം കേൾക്കുകയും മറ്റുള്ളവർ മൗനം പാലിക്കുകയും ചെയ്തു. പക്ഷേ ബാലറ്റിലൂടെ അതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ഗോവിന്ദ മാഷിൻ്റെ പ്രസ് മീറ്റിലെ ഒരു വാചകം എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനം ഹൃദയപക്ഷത്താണ് എന്നതിൽ തർക്കമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റേതെങ്കിലും അവയവം പോലെയല്ലല്ലോ ഈ ഹൃദയം എന്നുള്ളത്. അതിൽ ഒരു കുത്ത് വീണ് കഴിഞ്ഞാൽ തീർച്ചയായും മുറിയുകയോ പരിക്കേൽക്കുന്നതിനോ അല്പം ചോര ചിന്തുന്നതിനോ അപ്പുറത്തേക്ക് അതിൻ്റെ പ്രവർത്തനം അങ്ങ് നിലയ്ക്കും എന്നുള്ളതാണ്. അതിൽ നേതൃത്വം എന്ന തലച്ചോറുണ്ടായിട്ട് കാര്യമില്ല, അതിനെ താങ്ങി നിർത്തണമെങ്കിൽ കാര്യമില്ല. പക്ഷേ ഹൃദയം അത് മിടിക്കുക തന്നെ വേണം. അത് തീർച്ചയായും ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ നിൽക്കുന്ന അവരുടെ പ്രവർത്തകർ തന്നെയാണ്. അവരാണ് വോട്ട്, അവരാണ് വീണ്ടും വീണ്ടും ഇവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ട, ബ്ലഡ് പകരേണ്ട ആളുകൾ ഇവരാണ്. അപ്പോൾ തീർച്ചയായും അവരെ കേൾക്കാത്ത, അതായത് ഒരു വ്യക്തികേന്ദ്രിത വ്യവസ്ഥയിലേക്കുള്ള വ്യതിയാനത്തെ സത്യത്തിൽ ഇവർ പ്രതിരോധിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ആകെ തുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇന്ന് 10 മിനിറ്റ് മാത്രം ഇത് കഴിഞ്ഞിട്ട് പോകുന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അതായത് എല്ലാ ഘടകങ്ങളുടെയും യോഗം വിളിക്കുമെന്നും അവിടെ മേൽനോട്ടത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പാർട്ടി സെക്രട്ടറിക്ക് കീഴിൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പാർട്ടി സെക്രട്ടറിക്ക് കീഴിൽ ഈ സംഘടനാ സംവിധാനത്തിൽ വന്നിരിക്കുന്ന പിഴവുകൾ ചെറുതേയല്ല. അദ്ദേഹം ഉറച്ച 3 കോട്ടകളടക്കം പൊളിച്ചിട്ടാണ് 3 സീറ്റുകൾ അപ്പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറാനേ പറ്റില്ല. അതൊന്ന് ജി സുധാകരൻ, മറ്റൊന്ന് ടി.കെ. ഗോവിന്ദൻ, മറ്റൊന്ന് വി കുഞ്ഞികൃഷ്ണൻ എന്നുള്ളതാണ്. പയ്യന്നൂർ പോലുള്ള ഒരു കോട്ട പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം അവിടെയുള്ളവർക്ക് പോലും, കണ്ണൂരിൽ നിന്ന് വരുന്ന നമ്മൾക്ക് പോലും അത് വിശ്വസിക്കാനാവാത്ത വിധം അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം അത് അപ്പോൾ കാലിന് കീഴെയുള്ള മണ്ണൊലിച്ചു പോകുന്നത് അറിയാതെയുള്ള ഒരു സെക്രട്ടറി, അതും കണ്ണൂരിൽ നിന്ന് തന്നെ വന്ന ഒരാൾക്ക് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്.